നമസ്കാരം. നമ്മുടെ കൈപ്പത്തി അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ വിരലുകളെ ഒക്കെ ബാധിക്കുന്ന ഒരു പ്രധാന കണ്ടീഷനാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. പലർക്കും ഈ ഒരു പേര് സുപരിചിതമല്ലെങ്കിലും ഇതിന്റെ ലക്ഷണങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളിൽ പലരും ഈ ഒരു രോഗം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് എന്നുള്ളത്. നമ്മുടെ കയ്യിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ തള്ളവിരല്, ചൂണ്ടുവിരല്, അതുപോലെ നമ്മളുടെ നടുവിരല്, മോതിരവിരലിന്റെ പകുതി ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ഇമ്പൾസിനെ എത്തിക്കുന്നത് ഒരു പ്രത്യേക നെർവ് വഴിയാണ്. മീഡിയൻ നെർവ് എന്നാണ്, അല്ലെങ്കിൽ മീഡിയൻ നെർവിന്റെ ബ്രാഞ്ചസ് വഴിയാണ് എത്തിക്കുന്നത്. ഈ മീഡിയൻ നെർവ് റിസ്റ്റില് കടന്നു പോകുന്നത് ഒരു ടണൽ വഴിയാണ്. ഈ ടണൽ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ മുകൾ ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പാട കൊണ്ടും താഴെ ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് കാർപ്പൽ ബോണുകളും കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നീർക്കെട്ട് മൂലം നമ്മുടെ മീഡിയൻ നെർവ് കംപ്രസ്ഡ് ആകാനും പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാനും സാധ്യത ആകുന്നു. അങ്ങനെ വരുന്ന ഒരു രോഗത്തിനെയാണ് നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. ഈ ഒരു നെർവ് ട്രെയിൻ ചെയ്യുന്ന ഈ വിരലുകളിൽ, അതായത് തള്ളവിരല്, ചൂണ്ടുവിരല്, നടുവിരല്, അതുപോലെ തന്നെ മോതിരവിരലിന്റെ പകുതി ഭാഗം, ഈ ഒരു വിരലുകൾ അനുഭവപ്പെടുന്ന അസഹനീയമായിട്ടുള്ള തരിപ്പ് അല്ലെങ്കിൽ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ, ഒരു ഇക്ലി പോലത്തെ ഉള്ള ഒരു സെൻസേഷൻ, അല്ലെങ്കിൽ ഒരു സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ ഒരു സെൻസേഷൻ, മരവിപ്പ് അല്ലെങ്കിൽ വേദന, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. പലപ്പോഴും ഈ ഒരു വേദന നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്തേക്കൊക്കെ റേഡിയേറ്റ് ചെയ്യുന്ന, വ്യാപിക്കുന്ന രീതിയിലായിരിക്കും അനുഭവപ്പെടാറ്. അതുപോലെ നമ്മൾ കുറച്ച് സമയം എന്തെങ്കിലും വസ്തുക്കൾ പിടിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു വേദന കൂടുന്നതായിട്ട് കാണാറുണ്ട്. ഒരു റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, രാത്രിയിലൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ടുകൾ, അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി കൂടുകയും രാത്രിയിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് നമുക്ക് എഴുന്നേൽക്കേണ്ടതായിട്ടും വരാറുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറയാൻ വേണ്ടിയിട്ട് കൈ ഒന്ന് കുടയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് കുറയുന്നതായിട്ട് കാണാറുണ്ട്. നമ്മൾ കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ ഭാഗത്ത് കൈയുടെ ആ ഒരു കൈപ്പത്തിയുടെ ഭാഗത്തൊക്കെയുള്ള മസിലുകൾക്ക് വേസ്റ്റേജ് സംഭവിച്ച് അത് നശിച്ചു പോയി റിസ്റ്റ് ഡ്രോപ്പ്, അതായത് കൈക്ക് പാരാലിസിസ് വരുന്ന, ആ ഒരു കൈപ്പത്തിക്ക് പാരാലിസിസ് വരുന്ന ആ ഒരു പ്രശ്നത്തിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. എന്താണ് ഈ ഒരു രോഗം വരുന്നതിന്റെ കാരണം എന്ന് നോക്കാം. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഫ്ലമേഷൻ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പാടയ്ക്ക് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മസിലുകൾക്ക്, കാർപ്പൽ ടണലിൽ ഉണ്ടാകുന്ന മസിലുകൾക്കൊക്കെ ഇൻഫ്ലമേഷൻ വരുന്നത് കൊണ്ട് മീഡിയൻ നെർവ് കംപ്രസ്ഡ് ആവുന്നതാണ് എന്ന് പറഞ്ഞു. അത് പലപ്പോഴും സംഭവിക്കുന്നത് ഒരു പ്രമേഹ രോഗികളിൽ ഈ ഒരു രീതിയിൽ സംഭവിക്കാം. അതുപോലെ തന്നെ അമിതമായിട്ട് വണ്ണമുള്ളവർക്ക്, ഒബേസിറ്റി ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു രീതിയിൽ സംഭവിക്കാം. പലപ്പോഴും വൈറ്റമിൻ B12 പോലെയുള്ള വൈറ്റമിൻസിന്റെ കുറവ് മൂലം ഇൻഫ്ലമേഷൻ വരാനും ഇത്തരത്തിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടാവാനും സാധ്യതയുണ്ട്. പിന്നെ പ്രഗ്നൻസിയുടെ ഒരു ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ ശരീരത്തിലൊക്കെ നീർക്കെട്ട് ഉണ്ടാകുന്നത് മൂലം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. അത് ഡെലിവറിയോടുകൂടി പലപ്പോഴും മാറിപ്പോകാറുണ്ട്. അതുപോലെ സന്ധിവാതം, ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷനുള്ളവർക്ക് അതിന്റെ ഭാഗമായിട്ട് കാർപ്പൽ ടണൽ സിൻഡ്രോം വരുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ പലപ്പോഴും തൈറോയ്ഡ് കംപ്ലൈന്റ് ഉള്ളവർക്ക് ഈ ഒരു പ്രശ്നം വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ പലപ്പോഴും നമ്മൾ നമ്മുടെ കൈ ഒരു പ്രത്യേക പൊസിഷനിൽ വെച്ച് റിപ്പീറ്റഡ് ആയിട്ട് മൂവ്മെന്റ് നടത്തുന്നത് കൊണ്ട്, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കിച്ചണിലൊക്കെ നമ്മളെ ലേഡീസ് ഒക്കെ മണിക്കൂറുകളോളം നിന്ന് ഒരേ പൊസിഷനിൽ കൈ പിടിച്ചിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നു. അതുപോലെ കമ്പ്യൂട്ടർ IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാം, അവര് ഒരേ പൊസിഷനിൽ കൈ വെച്ചുകൊണ്ട് കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നത് പോലെ തന്നെ മൗസ് ഉപയോഗിക്കുന്നു. അത് മണിക്കൂറുകളോളാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇൻഫ്ലമേഷൻ വരാനും കാർപ്പൽ ടണൽ സിൻഡ്രോമിലേക്ക് നയിക്കാനും ഒരു സാധ്യതയുണ്ട്. കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടാവാതിരിക്കാനായിട്ട് എന്തൊക്കെ പ്രതിവിധികൾ നമുക്ക് നോക്കാമെന്ന് ഇനി അടുത്തതായിട്ട് പറയാം. അപ്പൊ ഇങ്ങനെ റിപ്പീറ്റഡ് മൂവ്മെന്റ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഇടയ്ക്ക് കൈക്ക് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ കയ്യിൽ സ്പ്ലിന്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കൈ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് നമുക്ക് പാഡോ, കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈറ്റിൽ തന്നെ കൈ വരുന്ന രീതിയിൽ എന്തെങ്കിലും പാഡ് ഉപയോഗിക്കുന്നത് അതിന് ഹെൽപ്ഫുൾ ആകാറുണ്ട്. അതുപോലെ തന്നെ കിച്ചണിലൊക്കെ പച്ചക്കറി അരിയുമ്പോഴാണെന്നുണ്ടെങ്കിൽ കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് അരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്രോപ്പർ ടൈമിൽ കൈക്ക് റെസ്റ്റ് കൊടുക്കുക. ഇതെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിന്റെ അടിസ്ഥാന കാരണം
പലർക്കും പലതരത്തിലുള്ള കാരണങ്ങളുണ്ടായിരിക്കും. ഒബേസിറ്റി, തൈറോയിഡിസം, അതുപോലെ തന്നെ പ്രമേഹം പോലെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു രോഗം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അലോപ്പതിയിലാണെന്നുണ്ടെങ്കിൽ ഇതിന് ചെയ്യുന്ന ഒരു വഴി എന്ന് പറയുന്നത് ആ ഒരു പാട, ആ ഒരു കാർപ്പൽ ടണലിന്റെ അവിടെ വരുന്ന ഒരു പാട സർജിക്കലി റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ പൊട്ടിച്ച് വെച്ചിട്ട് മീഡിയൻ നെർവിനെ റിലീസ് ആക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഹോമിയോപ്പതിയിൽ ഈ ഒരു കണ്ടീഷനെ വളരെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാനും ഇതിന്റെ അടിസ്ഥാന കാരണങ്ങളെ ശരിയായ രീതിയിൽ മാറ്റിയെടുക്കാനും ഒക്കെ ഉള്ള ഒരു മെഡിസിനുകൾ, വളരെയേറെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിനുകളും അവൈലബിൾ ആണ്. പിന്നെ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ കൈകൾ കൊണ്ടുള്ള എക്സസൈസ് പലപ്പോഴും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉള്ളവർക്ക് ആ ഒരു ബുദ്ധിമുട്ടിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനൊക്കെ ഹെൽപ്ഫുൾ ആകാറുണ്ട്. അതിന് കൈ അല്ലെങ്കിൽ കൈപ്പത്തി നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുന്ന തരത്തിലുള്ള എക്സസൈസുകളാണ് ചെയ്യുന്നത്. അപ്പൊ കൈ മുമ്പിലേക്ക് നീട്ടി വെച്ചിട്ട് നമ്മുടെ കൈപ്പത്തി ഇങ്ങനെ പിടിക്കുക. അതുപോലെ തന്നെ മറ്റു കൈ ഉപയോഗിച്ചിട്ട് കൈ ഇങ്ങനെ പുറകിലേക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. അതുപോലെ തന്നെ തിരിച്ച് കൈ ഇങ്ങനെ പിടിച്ചിട്ട് മാക്സിമം വെല്ലുകൾ ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഒരു ടെക്നിക്ക്. 15 മിനിറ്റ് ഇങ്ങനെ വലിച്ചു പിടിച്ച് നിർത്തുക. ഈ ഒരു രീതിയിൽ ഒരു ദിവസം ഒരു 10 തവണയെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൈ മുന്നിലേക്ക് നീട്ടി പിടിച്ചിട്ട് ഇങ്ങനെ, അത് കഴിഞ്ഞിട്ട് ഫുൾ ഒരു മുഷ്ടി ചുരുട്ടുക. വീണ്ടും കൈ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ സ്മൈലി ബോൾസ് പോലെയുള്ള ബോളുകൾ ഡെയിലി ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ നെർവിന്റെ ആ ഒരു കംപ്രഷൻ കുറയ്ക്കാനും ഈ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാനും ഒരു പരിധിവരെ ഹെൽപ്ഫുൾ ആകാറുണ്ട്. പിന്നെ പലപ്പോഴും ആ ഒരു ഭാഗത്ത് തടവി കൊടുക്കുന്നത് ഈ ഒരു വേദന കുറയ്ക്കാനായിട്ട് ഒരു പരിധിവരെ ഹെൽപ്ഫുൾ ആകാറുണ്ട്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറിനെ കണ്ട് ശരിയായ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം സർജറി ഇല്ലാതെ തന്നെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും.